ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉരുളക്കിഴങ്ങും റവയൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു 4 ചെറിയ ഉരുളക്കിഴങ്ങ്, ചെറുതായതുകൊണ്ടാണ് 4 എടുത്തത്, വലുതാണെങ്കിൽ 2 എടുത്താലും മതിയാകും. അത് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 2-3 തവണയെങ്കിലും നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കുക. ഞാനിതിവിടെ 2-3 തവണ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സൺഫ്ലവറോ വെജിറ്റബിൾ ഓയിലോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ അളവിൽ. അതൊന്ന് ചെറുതായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ, ഓപ്ഷണലാണ്. അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ രണ്ടും നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയത്തിലോ ലോയിലോ വയ്ക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു എള്ളൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ചെറുതായിട്ട് അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരണം. ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക കേട്ടോ, വെള്ളം ഒട്ടും ഇല്ലാതെ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കത് അതും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് അധികം വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. മാത്രമല്ല ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് അളവ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് അല്പം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ, അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ നല്ലൊരു ടേസ്റ്റുമാണ്. പിന്നെ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ഉണക്കമുളക് ഒന്ന് ചൂടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം ചാട്ട് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചാട്ട് മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വെജിറ്റബിൾ മസാലയോ ഗരം മസാലയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അല്പം ചെറിയ ചാട്ട് മസാല ചേർക്കുമ്പോൾ ചെറുതായിട്ടൊരു പുളിപ്പ് രസം കൂടി ഉണ്ടാവും. അപ്പോൾ നാരങ്ങ നീര് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് എണ്ണ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിലേക്ക് നമുക്ക് ഈ വെള്ളം പെട്ടെന്ന് തന്നെ അതൊന്ന് തിളച്ച് കിട്ടും. വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കപ്പിലാണ് വെള്ളം ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതേ കപ്പിൽ തന്നെ റവയും കൂടി ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം, ആ ഒരു അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഇത് ചേർത്തതിന് ശേഷം, റവ ചേർത്തതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിൽ വയ്ക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വെള്ളം അബ്സോർബ് ആയിട്ട് അവിടെ ഇവിടെയായിട്ട് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോയിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് ലൂസായിട്ട് അത് കട്ട പിടിച്ച് പോകുന്നത് പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ അല്പം കൂടി ചൂടുവെള്ളം ചേർത്താൽ കുഴപ്പമൊന്നുമില്ല, കാരണം റവ ആയതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് തന്നെ അത് അബ്സോർബ് ചെയ്യും. എന്നാൽ ഒരുപാടായി പോകാനും പാടില്ല. ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ റവ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. നല്ല പെട്ടെന്നൊന്ന് തണുത്ത് കിട്ടാനായിട്ട് സൗകര്യത്തിലുള്ള ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതൊന്ന് തണുപ്പിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ, തണുത്ത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അത് ഒന്ന് നിരത്തി ഒന്ന് വെച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ അത് തണുത്ത് കിട്ടും. ഇനി അധിക സമയം ഇല്ല എന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിരുന്നാൽ മതി, പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കയ്യിൽ ഇനി ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇതൊന്ന് സോഫ്റ്റായി കിട്ടാനും അതുപോലെ കയ്യിലൊന്നും അധികമായിട്ട് പറ്റി പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് എണ്ണ ചേർത്തത്. ഇനി കൈ ഒന്ന് നന്നായി കഴുകിയതിന് ശേഷം നമുക്കിത് ഓരോ ഷേപ്പിലായിട്ട്, ബോൾ ഷേപ്പിലായിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഒന്നുകിൽ ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കുർക്കുറെ ഷേപ്പിൽ ചെയ്യാം, അല്ലെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ചെയ്യാം. ഏത് ഷേപ്പാണോ നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കൈക്കുള്ളിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് റൗണ്ട് ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഏത് ഷേപ്പിൽ വേണോ നിങ്ങൾക്കത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ഈ ബോൾ ഷേപ്പിൽ ഇടുമ്പോൾ നമുക്ക് അത്യാവശ്യം കൂടുതലായിട്ട് എണ്ണ വേണം.
കട്ട്ലറ്റിൻ്റെ ഷേപ്പാണെന്നുണ്ടെങ്കിൽ അധികം എണ്ണയുടെ ആവശ്യമൊന്നും വരത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇത് അല്പം ഒരു ടൈം എടുക്കും കേട്ടോ. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കരുത്, ഇടയ്ക്കിടയ്ക്ക് മീഡിയം ഫ്ലെയിമിൽ കൂടെ മാറ്റി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ആ ഒരു ബബിൾസൊക്കെ ഒന്ന് അണഞ്ഞ് വരുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അത് കളറൊന്ന് മാറി വരും, അടിഭാഗം ഒന്ന് ബ്രൗൺ കളറായിട്ട് വരും. ആ ഒരു ടൈമിൽ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. എല്ലാം നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഗരം മസാല, ചാറ്റ് മസാല ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഗരം മസാല ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളിതിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാ പേരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും കൂടിയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എങ്കിലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.